ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് സൂരജ് കാസ്ട്രോ. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലാണ്. അപ്പോൾ പല ആൾക്കാരും, അതായത് നമ്മുടെ പല വ്യൂവേഴ്സും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഞാൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഏത് വണ്ടിയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ചെറിയ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി യൂസിന് വേണ്ടി മാത്രമാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മളിൽ രണ്ട് വണ്ടിയുണ്ട്. ഒരെണ്ണം വൈഫ് ട്രീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ടൊയോട്ടയുടെ വണ്ടിയാണ്, ക്ലൂഗർ. അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് കൂടുതൽ സിറ്റി റൈഡ് യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ് കേട്ടോ. ഇത് ഓഡിയുടെ Q2. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇത് ഞാൻ ശരിക്കും എടുത്തിട്ട് ഒരു ഏകദേശം 6 മാസമായിട്ട്. ഞാൻ അങ്ങനെ വീഡിയോയിലൊന്നും കാണിക്കാറുണ്ടായിരുന്നില്ല ഈ വണ്ടി. കാര്യം നമ്മൾ യാത്രകൾ ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മളുടെ ടൊയോട്ടയിലായതുകൊണ്ട് ഈ വണ്ടി അങ്ങനെ അധികം നമ്മളുടെ വ്ളോഗിൽ വരാറില്ല കേട്ടോ. ഇത് എനിക്കിഷ്ടമാണ്. എനിക്ക് കുറെ നാളായിട്ട് ഞാൻ ഓഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഇത് കോമ്പാക്ട് സൈസ് ആണ്. ഇത് ക്രോസ് ഓവർ ആണ്, കോമ്പാക്റ്റ് ആണ് ഓഡി Q2. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സിറ്റിയിൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി അടിപൊളിയാണ്. പക്ഷെ ഞാൻ അത്രക്ക് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു ഫാമിലി കാറായിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക്, അത് ഫസ്റ്റ് കാറായിട്ട് ഇത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം നമുക്ക് കൂടുതൽ ലഗേജ് കൊണ്ടുപോകാനും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആണ്. പക്ഷെ നമുക്ക് റൂം കുറവാണ്. വണ്ടി ചെറുതായതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കൂടുതൽ കുത്തിയറച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെലറാറ്റിലുള്ള വിക്ടോറിയ പാർക്കിലുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്താട്ടോ. ഇവിടെ ആകുമ്പോഴത്തേക്കും ട്രാഫിക് ഇല്ല, ആൾക്കാരുടെ തിരക്കില്ല, ഈസി ആയിട്ട് വീഡിയോ എടുക്കാന്നുള്ള രീതിയിലാട്ടോ ഇങ്ങോട്ട് വന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ 17 ഇഞ്ച് ടയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഇന്റീരിയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുവാണെങ്കിൽ, നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വേറെ ഏതെങ്കിലും വണ്ടി ബ്ലൈൻഡ് സ്പോട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിററിന്റെ സൈഡിൽ ബ്ലാക്ക് കളർ ആ സംഭവം തെളിഞ്ഞു വരും, ഒരു ഓറഞ്ച് കളർ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഓക്കെ നമ്മുടെ റൈറ്റ് സൈഡിൽ ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടിയുണ്ട്, നമുക്ക് ഇപ്പോൾ ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജോയിസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇട്ടിട്ട് നമുക്ക് ഉണ്ടോ അപ്പ് ആൻഡ് ഡൗൺ ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം മിറർ. പിന്നെ AC, അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതുണ്ടോ ഈ മീറ്റർ ക്ലസ്റ്ററിന്റെ ലൈറ്റ് ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ സാധനത്തിൻ്റെ അകത്ത്. ഓക്കെ, ഞാൻ എപ്പോഴും കുറച്ച് ഇടണേ. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ്. അതേപോലെ തന്നെ സ്പീഡ് ലിമിറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മൈനസ് പ്ലസ്, അതല്ല, ഇത് പാഡിൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീറ്റർ കൺസോളിൽ നമുക്ക് മാപ്പ് വരും. അതുപോലെ തന്നെ ഇവിടെയും മാപ്പ് വരും. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് ഇവിടെ കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് തിരിക്കുകയും ചെയ്യാം. പിന്നെ ജോയിസ്റ്റിക് കേട്ടോ. പിന്നെ എന്താ ഓട്ടോമാറ്റിക് ബ്രേക്ക്, 7 സ്പീഡ് DSG ഗിയർ ബോക്സ്, പിന്നെ 12 വോൾട്ട് ചാർജർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ പാർക്കിംഗ് സെൻസർ ഉള്ള ക്യാമറ. പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസർ ഉണ്ട്. സൈഡിലും വരും കേട്ടോ. സൈഡിൽ പാർക്കിംഗ് സെൻസർ ഇല്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സൈഡിൽ എന്തെങ്കിലും മുട്ടാൻ വേണ്ടി പോകുന്നുണ്ടോ എന്നുള്ളത് ഇതിൽ കാണിക്കൂട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് പാർക്ക് അസിസ്റ്റ്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, കറക്റ്റ് സ്ഥലമാണ്, നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആക്സിലേറ്റർ മാത്രം ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി. ഈ സ്റ്റിയറിംഗ് തന്നെ തിരിഞ്ഞോളൂ കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗ് തിരിഞ്ഞ് പാർക്കിങ്ങിൻ്റെ അകത്തേക്ക് കയറിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഒരു സൺറൂഫ് ഉണ്ട് ഇവിടെ. നമുക്ക് സൺറൂഫ് ആണെങ്കിൽ അടച്ചിടാം ഇങ്ങനെ. പിന്നെ സൺറൂഫ് ഗ്ലാസ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ബട്ടൺ ഉണ്ട്, അത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൂഫ് തുറക്കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് ഒട്ടും ഉപയോഗമില്ലാത്തൊരു സാധനമുണ്ട്, ഞാൻ ഉപയോഗിക്കാറേ ഇല്ല ഈ സൺറൂഫ്. ഓക്കെ, അത് നമുക്ക് അടച്ചിടാം. പിന്നെ അത് അടഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇരിക്കാൻ കംഫർട്ടാട്ടോ. സീറ്റ് എല്ലാം നമുക്ക് അപ്രൈറ്റ് പൊസിഷൻ അടിപൊളിയാണ്. നമുക്ക് അങ്ങനെ അധികം നടുവേന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഐ മീൻ നടുവ് കിഴക്കില്ല കുറെ നേരം ഇരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആപ്പിൾ പ്ലേ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ ചെറിയൊരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ റേഡിയോ ആണെങ്കിലും നമ്മുടെ മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആവും. പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ, ഇതിപ്പോൾ സ്പോട്ടിഫൈ നമ്മൾ വണ്ടിയുടെ അകത്ത് കയറുമ്പോൾ തന്നെ സ്പോട്ടിഫൈ കണക്ട് ആവുകയും അപ്പോൾ തന്നെ വണ്ടി പ്ലേ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. പ്രസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവും. പിന്നെ പാട്ട് നെക്സ്റ്റ് ഇതും ജോയിസ്റ്റിക് കേട്ടോ. മൊത്തം 3 ജോയിസ്റ്റിക് ഉണ്ട് ഈ വണ്ടിയുടെ അകത്ത്. പിന്നെ നമുക്ക് ചെറിയ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് നമുക്ക് മുന്നോട്ട് നീക്കുകയും ചെയ്യും കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹൈറ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൈ ഇതൊന്നും ഇത്തിരി ഹൈറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പൊക്കിയിട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ അതങ്ങനെ പൊങ്ങിക്കും കണ്ടോ. പിന്നെ അത് താഴത്തേക്ക് ആക്കണമെന്ന് വീണ്ടും ഒന്ന് പൊക്കിയിട്ട് താഴത്തേക്ക് ആക്കിയാൽ മതി. വീണ്ടും നമുക്ക് ഏത് ഹൈറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്റിൽ വെച്ചിട്ട് ക്ലോസ് ഉണ്ടോ. പിന്നെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അത് എൻ്റെ ഗോപ്രോയും അതുപോലെ വാലറ്റൊക്കെ ഇട്ടേക്കാണ്. പിന്നെ ഒരു USB ഒരു ഓക്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ഉണ്ടോ. ഞാനെപ്പോഴും ഈ രീതിയിലാണ് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടിക്കാമല്ലോ. ഇങ്ങനെ ഇരിക്കും കൈ എപ്പോഴും. റിയർ സീറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം കേട്ടോ. പിന്നെ സെന്ററിൽ ഇരിക്കുന്ന ആൾക്കാരിക്കാണെന്നുണ്ടെങ്കിൽ ഈ സെന്റർ ടണൽ നല്ല ഹൈ ആയിട്ടായിരിക്കണം. അത് മിക്കവാറും എല്ലാ ജർമ്മൻ വണ്ടികളിലും അങ്ങനെ തന്നെ കേട്ടോ. ഇത് നല്ല ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെന്ററിൽ ഇരിക്കുന്ന ആൾക്കാർ എപ്പോഴും ലെഫ്റ്റില് അതിന്റെ അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കേണ്ടി വരും. പിന്നെ കണ്ടോ ഞാനിരിക്കുന്ന സീറ്റാണ് ഡ്രൈവർ സീറ്റ്. അപ്പോൾ ഈ സീറ്റ് എപ്പോഴും ഞാൻ നല്ല രീതിയിൽ ബാക്കിലേക്കായിരിക്കും ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇട്ടിട്ട് പോലും ഇത് കണ്ടോ എനിക്ക് ഇത്രയും സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ കണ്ടോ തൈസ് എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ സപ്പോർട്ടായിട്ടായിരിക്കണേ. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ ബാക്കിലെ ലൈറ്റ് നമുക്ക് ഇതുണ്ടോ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കപ്പ് ഹോൾഡർ കൊടുക്കുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് നമുക്കൊരു 1 ലിറ്ററിന്റെ ബോട്ടിൽ കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ അല്ലെങ്കിൽ പെപ്സിലൊക്കെ ബോട്ടിൽ 1 ലിറ്ററിന്റെ കറക്റ്റ് ആയിട്ട് അവിടെ കയറുവേ. ബൂട്ട് സ്പേസ് കാണിച്ചു തരാം കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസ് ഒരു ബൂട്ട് സ്പേസ്, ചെറിയ ഫാമിലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ. ഇതിപ്പോ എൻ്റെ ഒരു ടെന്റാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെവിടെയോ പോയപ്പോഴത്തേക്കും ടെന്റ് യൂസ് ചെയ്യാൻ വേണ്ടി, അപ്പം തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു ചെറിയ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം വെച്ചോണ്ട് പോകാനുള്ള ആ ഒരു സ്പേസ് അതുണ്ടോ. 2 പെട്ടി വെക്കാം. പിന്നെ ചെറിയ കുറച്ച് ബാക്ക് പാക്ക് എല്ലാം വെക്കാൻ വേണ്ടി പറ്റും അതിന്റെ ബാക്കിലെ. ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. വണ്ടിയുടെ എഞ്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1.4 ലിറ്റർ ടർബോ പെട്രോൾ ആട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറാണ്. പക്ഷെ ഇനിഷ്യൽ പിക്കപ്പ് ഇത്തിരി അണ്ടർ പവർഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ചിലപ്പോൾ ഇതിന് മുന്നേ 2 ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ സിഗ്നലിൽ നിന്നൊക്കെ വണ്ടി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് അണ്ടർ പവർഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ സിറ്റി ഡ്രൈവ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മളങ്ങനെ ധൃതി പിടിച്ച് അത്ര ഫാസ്റ്റ് റഷ് പിടിച്ച് പോകുന്ന ഒരു ഡ്രൈവിംഗ് രീതിയല്ല എൻ്റെ. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാട്ടോ. ഞാൻ ശരിക്കും ഈ വണ്ടി എടുത്തിട്ട് 6 മാസമായി, പക്ഷെ ഇതുവരെ ബോണറ്റ് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നോക്കാം. അപ്പോൾ ഈ ഒരു ലിവർ പിടിച്ച് അവിടെ പൊക്കുക. എന്നിട്ട് നമുക്ക് ശരിക്കും ഇതുണ്ടോ, ഇതാണ് നമ്മളുടെ പെട്രോൾ എഞ്ചിൻ. നല്ല റിഫൈൻഡ് ആട്ടോ ശരിക്കും. വണ്ടി ബോണ്ട് തുറക്കുമ്പോഴാണ് ഇത്ര ശബ്ദമുള്ളത്, അല്ലെങ്കിൽ അധികം ശബ്ദമില്ല ശരിക്കും. അപ്പോൾ ഷുഡ് യു ബൈ വൺ? എന്റെ അഭിപ്രായത്തിൽ ഓഡി, BMW, ബെൻസ് ഈ വണ്ടികളൊന്നും എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്ക് ആ ഒരു അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ആഗ്രഹത്തിന്റെ മേലിൽ എടുക്കാവുന്ന ഒരു വണ്ടികളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ജാപ്പനീസ് വണ്ടികളിലേക്ക് പോകുന്ന കേട്ടോ നല്ലത്. പിന്നെ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ട് നല്ല രീതിയിൽ കൂടുതലാണ്. ജാപ്പനീസ് വണ്ടിനേക്കാളും നല്ല രീതിയിൽ കംഫർട്ട് കൂടുതലാണ്. പക്ഷെ ലെക്സസ് കുറച്ചുകൂടെ നല്ലതാട്ടോ. ലെക്സസ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏതൊരു വണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ കംഫർട്ട് കൂടുതലാണ്. നമ്മൾ ഇതിന്റെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല കുറച്ച് ഫണ്ണാണ് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വണ്ടികളുടെ അടുത്ത് ക്രേസ് ഉള്ള ആൾക്കാർ ആണെങ്കിൽ വണ്ടി എടുക്കാം. ഈ ഇങ്ങനത്തെ ഏതെങ്കിലും വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. കാര്യം അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഇതിലേക്ക് ഇറങ്ങും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ കേട്ടോ. ഞാൻ അധികം ഡീപ്പായിട്ട് പോയിട്ടില്ല. സാധാരണ ഒരു യൂസർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓസ്ട്രേലിയയിലുള്ള എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ എപ്പോഴും ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ആൾക്കാരെ സഹായിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.